നാടിൻ്റെ സ്വപ്നമാണ് ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്, യാഥാർത്ഥ്യമായത്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമാണിത് യാഥാർത്ഥ്യമായത്. ഞാൻ ഓർക്കുന്നൊരു 10-20 വർഷം മുമ്പ് DYFയുടെ സമ്മേളനത്തിൽ ഞാനന്നിവിടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇവിടെയുള്ള പാലത്തിൻ്റെ ഈ ഭാഗത്തുള്ള പറയഞ്ചേരി മേഖലാ കമ്മിറ്റിയും അപ്പുറത്തെ പാലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ടൗൺ മേഖലാ കമ്മിറ്റിയും പാലം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിൻ്റെ ആവശ്യം ജനങ്ങളിവിടെ പറയുന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം തട്ടിമാറ്റിയാണ് ഇത് യാഥാർത്ഥ്യമാക്കാനായത്. ഇവിടുത്തെ MLA ശ്രീ അഹമ്മദ് ദേവർകോവിൽ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയി. കോഴിക്കോട് കോർപ്പറേഷനിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടെ നിന്നു. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തിയ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ വിജയമാണ്. ഏത് പ്രതിസന്ധിയെയും തട്ടിമാറ്റി വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയുടെ പേരാണ് LDF സർക്കാർ എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ഈ പുതിയ പാലത്തിൻ്റെ ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇത് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഈ പാലം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് LDF സർക്കാർ കടന്നു വരുന്ന പാലമാണ്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്തൊക്കെയാണോ അതിനൊക്കെ സാധ്യമാകുന്നത് അതെല്ലാം ചെയ്യും.